ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് റമദാൻ 17. ഇനിയുള്ള ഓരോ ദിനരാത്രങ്ങളും വിശ്വാസികൾക്കേറെ ശ്രേഷ്ഠമേറിയതും പവിത്രത നിറഞ്ഞതുമാണ്. ഈ ദിനരാത്രികളിലൂടെ പെയ്തിറങ്ങുന്ന അനുഗ്രഹ നിമിഷങ്ങളെ ധന്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. കാരുണ്യത്തിന്റെയും റഹ്മത്തിന്റെയും സഹാനുഭൂതിയുടെയും ആദ്യത്തെ 10 വിശ്വാസികൾ ആർജിച്ച ആത്മീയോർജം കൈമുതലാക്കി പാപമോചനത്തിന്റെ 10 ബദർ സ്മൃതിയിലൂടെ ധന്യമാക്കുകയാണ് ഇന്ന് റമദാൻ 17 പ്രവാസ ലോകത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട ദിനരാത്രങ്ങൾ വിശിഷ്ടം, ഇനി വരാനുള്ളതോ അതിവിശിഷ്ടം. കാരണം അത്രമേൽ പുണ്യം പെയ്തിറങ്ങുന്ന രാപ്പകലുകളാണ് വിശ്വാസികളുടെ മുന്നിലേക്ക് എത്തുന്നത്. പുണ്യങ്ങൾ പൂത്ത് ഉലയുന്ന വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളെല്ലാം നമ്മിൽ നിന്ന് പോയി മറയുകയാണ്. പാതി അതിൽ നിന്ന് പിന്നിടുകയാണ്. കാരുണ്യത്തിൻ്റെ 10 എന്ന് നാം വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു 10 നമ്മിൽ നിന്ന് എങ്ങനെയാണ് പോയത് എന്ന് നമുക്കറിയില്ല. ഇപ്പോഴുള്ളത് വിശ്വാസികളൊക്കെ പേരിട്ട് വിളിക്കുന്ന മഗ്ഫിറത്തിൻ്റെ 10 അല്ലെങ്കിൽ പാപമോചനത്തിൻ്റെ 10 എന്ന് പറയപ്പെടുന്ന ആ ഒരു ദിവസങ്ങളിലാണ്. ഒന്നിന് ലക്ഷക്കണക്കിന് പ്രതിഫലം ലഭിക്കുന്ന മക്ക ഹറമും ആയിരക്കണക്കിന് പ്രതിഫലം ലഭിക്കുന്ന മദീന ഹറമും വിശ്വാസികളാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകരും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ ഇനിയുള്ള ദിനരാത്രങ്ങളെ ധന്യമാക്കാൻ ഇരു ഹറമുകളിലും എത്തിക്കഴിഞ്ഞു. പള്ളികളും വീടുകളും ഇനി രാവ് പകലാകുന്ന വെളിച്ചമൊഴിയാത്ത ദിനരാത്രങ്ങളുടേതായിരിക്കും. ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളാൽ നാഥനോട് ഏറ്റുപറഞ്ഞ് പാപമോചനവും പരലോകമോക്ഷവും നരകമുക്തിയും സ്വർഗലബ്ധിയും നേടിയെടുക്കുകയാണ് വിശ്വാസികൾ. പ്രത്യേകം വിശ്വാസികളിൽ വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ദിനങ്ങളാണ് ഇനി കടന്നു വരുന്നത്. 1000 മാസങ്ങൾ കൊണ്ട് അധ്വാനിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലത്തിന് തുല്യമായ ഒരു രാവ്, അത് പ്രതീക്ഷിച്ച് വിശ്വാസികളൊക്കെ ജാഗരൂകരായി ആരാധനാ രംഗത്ത് സജീവമാവുന്ന സമയമാണ് ഇനി കടന്നു വരാനുള്ളത്. പ്രവാസ ലോകത്തെ ജീവിത തിരക്കുകൾക്കിടയിലും തങ്ങളിലേക്ക് എത്തിയ ഈ പുണ്യ നിമിഷാർത്ഥങ്ങളെ ആരാധനകൾ കൊണ്ട് പവിത്ര ധന്യമാക്കുകയാണ് പ്രവാസി വിശ്വാസികൾ. സുബൈറുദ്ദീൻ 24 ദമാം.